വാൽപ്പാറയിൽ വീണ്ടും കാട്ടാനയാക്രമണം. കാട്ടാനക്കൂട്ടം വീടിന്റെ വാതിലും ജനലും ഉൾപ്പെടെ തകർത്തു. കൈക്കുഞ്ഞുമായി കുടുംബം വീട്ടിൽ നിന്നിറങ്ങി ഓടി രക്ഷപ്പെട്ടു. വിവരങ്ങളുമായി ലെവിൻ കെ വിജയനാണ് ചേരുന്നത്. ലെവിൻ, നിലവിൽ ആന എവിടെയാണ് നിലയുറപ്പിച്ചിരിക്കുന്നത്? കൂടുതൽ വിവരങ്ങൾ. സ്വാതി, ഇന്ന് പുലർച്ചെയാണ് സംഭവം നടക്കുന്നത്. അതിനുശേഷം ഈ കുടുംബക്കാർ, ഈ വീട്ടിലുള്ള ആളുകൾ രക്ഷപ്പെട്ട് ഓടുകയായിരുന്നു. ആന ഏറെ നേരം പ്രദേശത്ത് നിലയുറപ്പിച്ചതിന് ശേഷം ആ പ്രദേശത്ത് തന്നെ ഏറെ സമയം തുടരുകയായിരുന്നു. ഉച്ചയ്ക്ക് 1 മണിയോടുകൂടിയാണ്, അല്ലെങ്കിൽ ഉച്ചയോട് അടുത്ത സമയത്ത് കൂടിയാണ് ആന ആ പ്രദേശത്ത് നിന്നും മാറാൻ തയ്യാറായിട്ടുള്ളത്. ഇന്ന് പുലർച്ചെ 1 മണിയോടുകൂടിയാണ് 5 കാട്ടാനകൾ അടങ്ങിയ കൂട്ടം ഈ ആക്രമണം നടത്തിയത്. വീടിന്റെ ജനലുകളും വാതിലുകളും ഉൾപ്പെടെ തകർത്ത കാട്ടാനക്കൂട്ടം വീടിനകത്തേക്ക് കയറാൻ ശ്രമിച്ചു. ഈ ശബ്ദം കേട്ടാണ് വീട്ടുകാർ സംഭവം അറിയുന്നത്. ഉടൻ തന്നെ 2 മാസം പ്രായമുള്ള കൈക്കുഞ്ഞിനെയും വാരിയെടുത്ത് കുടുംബം പുറത്തേക്ക് ഇറങ്ങി ഓടി രക്ഷപ്പെടുകയായിരുന്നു. അയൽവാസികളുടെ വീടിനടുത്ത് സമീപം അഭയം പ്രാപിച്ചതിനാൽ മാത്രമാണ് ഇവർ കാട്ടാനക്കൂട്ടത്തിൽ നിന്നും രക്ഷപ്പെട്ടത്. പിന്നീട് വാൽപ്പാറയിൽ തന്നെയുള്ള വനംവകുപ്പ് ഉദ്യോഗസ്ഥരും മറ്റും ഇവിടേക്ക് എത്തി ഈ ആനയെ തുരത്താനുള്ള നടപടികളും ആരംഭിക്കുകയാണ് ഉണ്ടായത്. 8 വയസ്സുകാരനെയും 7 വയസ്സുകാരിയെയും ഒക്കെ പുലിയും കരടിയും പിടിച്ച് ആക്രമിച്ച് കൊലപ്പെടുത്തിയ അതേ മേഖലയിൽ തന്നെയാണ് ദിവസങ്ങൾക്കകം കാട്ടാന ആക്രമണം കൂടി ഉണ്ടാകുന്നത്. തമിഴ്നാട് വാൽപ്പാറയിൽ വാൽപ്പാറ പുതുപ്പാടി എസ്റ്റേറ്റിലെ കൺമഴിയുടെ വീടിന് നേരെയാണ് ഇന്ന് പുലർച്ചെ സംഭവം. ആനക്കൂട്ടം എത്തുന്നത്. അതിനുശേഷം ഈ ആനക്കൂട്ടത്തെ അവിടെ നിന്ന് തുരത്തുന്നതിന് വേണ്ടി വനംവകുപ്പ് കൂടി നടപടി സ്വീകരിച്ചതോടുകൂടി താൽക്കാലികമായി വാൽപ്പാറയിലാണ് വീണ്ടും കാട്ടാന ആക്രമണം ഉണ്ടായത്. ഇന്ന് പുലർച്ചെയാണ് കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത്.